ആ വലിയ ബംഗ്ലാവിന് മുന്നിൽ ആ വൃദ്ധൻ ഒന്ന് നിന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും പൊടി പിടിച്ച മുടിയും തുന്നിക്കൂട്ടിയ ചെരുപ്പുകളും അയാളുടെ ദയനീയ അവസ്ഥ വിളിച്ചു പറയുന്നു. അയാളുടെ പേര് രഘുനാഥ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ നഗരത്തിലെ ഏറ്റവും വലിയ കോൺട്രാക്ടറിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ആരും വിശ്വസിക്കില്ല. ആഡംബര കാറുകളും വിശ്വസ്തരായ ജോലിക്കാരും ആവശ്യത്തിനു പണവും ഉണ്ടായിരുന്ന ഒരു കാലം രഘുനാഥിനുണ്ടായിരുന്നു. അന്ന് നഗരത്തിലെ വലിയ കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും രൂപം നൽകിയിരുന്നത് അദ്ദേഹത്തിന്റെ കരങ്ങളായിരുന്നു. രഘുനാഥിന് തന്റെ സമ്പത്തിനേക്കാൾ പ്രിയപ്പെട്ടതായി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ ഏക സഹോദരി സവിത. മാതാപിതാക്കൾ നേരത്തെ മരിച്ചതിനാൽ സവിതക്ക് രഘുനാഥ് ഒരു ജ്യേഷ്ഠൻ എന്നതിലുപരി ഒരു പിതാവിനെ പോലെയാണ്. അവളെ പൊന്നുപോലെ വളർത്തി മികച്ച വിദ്യാഭ്യാസം നൽകി. അവൾ ചോദിക്കുന്നതിന് മുമ്പേ ആഗ്രഹിച്ചതെന്തും അവളുടെ കൈകളിൽ അദ്ദേഹം എത്തിച്ചിരുന്നു. സവിതയുടെ വിവാഹപ്രായമായപ്പോൾ നഗരത്തിലെ ഒരിടത്തരം കുടുംബത്തിൽ നിന്നുള്ള കർമ്മൻ എന്ന യുവാവിനെയാണ് അദ്ദേഹം അവൾക്കായി കണ്ടെത്തിയത്. കർമ്മൻ അന്നൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. വിവാഹ സമയത്ത് രഘുനാഥ് പണം വെള്ളം പോലെ ഒഴുക്കി. നഗരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിവാഹത്തിൽ ഒന്നായിരുന്നു അത്. സവിതയെ ആഭരണങ്ങൾ കൊണ്ട് മൂടിയാണ് അദ്ദേഹം കർമ്മന്റെ വീട്ടിലേക്ക് യാത്രയാക്കിയത്. അത്രമാത്രമായിരുന്നില്ല, കർമ്മനെ ബിസിനസ് രംഗത്ത് പച്ചപിടിപ്പിക്കാനും വൻതോതിൽ സാമ്പത്തിക സഹായം നൽകിയതും ഇതേ രഘുനാഥായിരുന്നു. എന്നാൽ വിധിയെന്നും ഒരേപോലെയാവില്ല. രഘുനാഥിന്റെ ജീവിതത്തിലേക്ക് സംഗ്രാം സിംഗ് എന്ന ഒരാൾ കടന്നു വന്നു. വിദേശത്ത് വലിയ ബിസിനസ്സുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട അയാൾ രഘുനാഥിനെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിലേക്ക് ക്ഷണിച്ചു. തന്റെ ആയുഷ്കാല സമ്പാദ്യവും ബാങ്കുകളിൽ നിന്ന് എടുത്ത വലിയ ലോണുകളും രഘുനാഥ് ഒരു പ്രൊജക്ടിൽ നിക്ഷേപിച്ചു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ സംഗ്രാം സിംഗ് പണവുമായി മുങ്ങി. ആ പ്രൊജക്ട് വെറുമൊരു ചതിക്കുഴിയായിരുന്നു. കടക്കണിയിലായ രഘുനാഥിന് തന്റെ വീടും വാഹനങ്ങളും ബിസിനസ്സുമെല്ലാം നഷ്ടപ്പെട്ടു. ബാങ്കുകാർ അദ്ദേഹത്തിന്റെ ആഡംബര വീട് ജപ്തി ചെയ്തു. ആ വലിയ തകർച്ച രഘുനാഥിന്റെ ഭാര്യ സുമന് താങ്ങാനായില്ല. വീട് വിട്ടിറങ്ങേണ്ടി വന്ന ദിവസം തന്നെ അവൾ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും കഴിയാതെ തന്റെ മടിയിൽ കിടന്ന് പ്രിയതമ വിട വാങ്ങിയത് രഘുനാഥിനെ തകർത്തു കളഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ സർവ്വതും നഷ്ടപ്പെട്ട അയാൾ തെരുവിലേക്ക് എറിയപ്പെട്ടു. സഹോദരിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ദരിദ്രരായ ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ സവിതയുടെ ഭർത്താവ് കർമ്മൻ തയ്യാറായില്ല. നിങ്ങളുടെ മണ്ടത്തരത്തിന് ഞങ്ങൾ എന്തിനു അനുഭവിക്കണം എന്നായിരുന്നു അവരുടെ ചോദ്യം. സ്വന്തം ചോരയിൽ നിന്ന് പോലും ആശ്വാസം ലഭിക്കാതെ വന്നപ്പോൾ രഘുനാഥ് നഗരത്തിന്റെ ഒരു മൂലയിലുള്ള ചെറിയൊരു ചേരിയിലേക്ക് മാറി. ജീവൻ നിലനിർത്താൻ ഹോട്ടലുകളിൽ പാത്രം കഴുകിയും ചെറിയ കൂലിപ്പണിയുമെടുത്ത് അയാൾ ജീവിച്ചു. കാലം അയാളുടെ ശരീരത്തിലും മനസ്സിലും ആഴത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചു. എങ്കിലും തന്റെ സഹോദരിയുടെ മകൾ ശില്പിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു ആ വൃദ്ധന്റെ ഏക ആശ്വാസം. അവൾ വളർന്നു വലുതായി കാണുമെന്നും അവൾക്ക് തന്നെ ഓർമ്മയുണ്ടാകുമെന്നും അയാൾ പ്രത്യാശിച്ചു. വർഷങ്ങൾ കടന്നുപോയി. രഘുനാഥിന്റെ ജീവിതം പട്ടിണിയുമായി ഒരു ചെറിയ കൂരക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. പഴയ പ്രതാപത്തിന്റെ ഒരംശം പോലും ആ മുഖത്തോ ശരീരത്തോ ബാക്കിയുണ്ടായിരുന്നില്ല. എന്നാൽ മറുവശത്ത് സവിതയുടെയും കർമ്മന്റെയും ജീവിതം ഐശ്വര്യത്തിന്റെ കൊടുമുടിയിലായിരുന്നു. രഘുനാഥ് നൽകിയ അടിത്തറയിൽ കർമ്മൻ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. നഗരത്തിലെ ഏറ്റവും വലിയ പ്രമാണികളായി അവർ മാറി. പണം വർദ്ധിച്ചതോടെ സവിതയുടെ മനസ്സിലെ സ്നേഹവും കരുണയും വറ്റിപ്പോയി. ഒരു ദിവസം ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് രഘുനാഥ് ആ വാർത്ത അറിഞ്ഞത്. സവിതയുടെ മകൾ ശില്പയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. നഗരത്തിലെ വലിയൊരു ബിസിനസ് കുടുംബത്തിലേക്കാണ് അവൾ പോകുന്നത്. തന്റെ കൊച്ചു മരുമകൾ വിവാഹിതയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ രഘുനാഥിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവളെ അവസാനമായി കൈപിടിച്ച് ഏൽപ്പിച്ചത് അദ്ദേഹമായിരുന്നു. തന്റെ കയ്യിൽ അവൾക്ക് നൽകാൻ സ്വർണമോ പണമോ ഇല്ലായിരിക്കാം, പക്ഷേ തന്റെ ആയുസ്സിലെ മുഴുവൻ പ്രാർത്ഥനയും അനുഗ്രഹവും അവൾക്ക് നൽകണമെന്ന് ആ വൃദ്ധൻ ആഗ്രഹിച്ചു. വിവാഹത്തിനു മുമ്പുള്ള ഒരു ദിവസം തന്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ പരമാവധി വൃത്തിയാക്കി രഘുനാഥ് സവിതയുടെ വലിയ ബംഗ്ലാവിന് മുന്നിലെത്തി. ഗേറ്റിനു മുന്നിൽ വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ആ വൃദ്ധനെ കണ്ടതും പുച്ഛത്തോടെ തടഞ്ഞു. ഇവിടെ ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ല, അങ്ങോട്ട് മാറി നിൽക്ക് എന്നവർ ആക്രോശിച്ചു. താൻ ഈ വീട്ടിലെ മകളുടെ അമ്മാവനാണെന്ന് രഘുനാഥ് പറഞ്ഞെങ്കിലും അവർ അത് വിശ്വസിച്ചില്ല. ഒടുവിൽ ബഹളം കേട്ട് സവിത ബാൽക്കണിയിലേക്ക് വന്നു. താഴെ നിൽക്കുന്ന ആ വൃദ്ധനെ കണ്ടതും സവിതയുടെ മുഖം വിളറി. അവൾ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു. രഘുനാഥ് സന്തോഷത്തോടെ സവിത എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നെങ്കിലും അവൾ അയാളെ തടഞ്ഞു. അവളുടെ കണ്ണുകളിൽ സ്നേഹമായിരുന്നില്ല, മറിച്ച് പേടിയും വെറുപ്പുമായിരുന്നു. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്? എന്റെ മകളുടെ വിവാഹമാണ്. വലിയ വലിയ ആളുകളാണ് ഇവിടെ വരുന്നത്. നിങ്ങളെ കണ്ടാൽ അവർ എന്ത് വിചാരിക്കും? ഞങ്ങളുടെ അന്തസ് കളയാനാണോ നിങ്ങൾ വന്നത്? അവൾ പരുഷമായി ചോദിച്ചു. രഘുനാഥ് തകർന്നുപോയി. സവിത,
ഞാനൊന്നും ചോദിച്ചു വന്നതല്ല. ശില്പയെ ഒന്ന് കാണാൻ വന്നതാണ്. അവൾക്കെന്റെ അനുഗ്രഹം നൽകണം. പക്ഷേ സവിതയുടെ മനസ്സലിഞ്ഞില്ല. അവളുടെ ഭർത്താവ് കർമ്മൻ അവിടേക്ക് വന്നാൽ വലിയ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാം. അവൾ തന്റെ ബാഗ് തുറന്ന് കുറച്ച് പുതിയ നോട്ടുകൾ രഘുനാഥിന്റെ നേരെ എറിഞ്ഞുകൊടുത്തു. ഇതുകൊണ്ട് വല്ലതും വാങ്ങി കഴിക്കൂ. കല്യാണ ദിവസം ഈ പരിസരത്തെങ്ങും നിങ്ങളെ കണ്ടുപോകരുത്. എന്റെ മകളുടെ ഭാവി തകർക്കരുത്. നിലത്തു വീണ നോട്ടുകൾ നോക്കി രഘുനാഥ് നിശബ്ദനായി നിന്നു. പണ്ട് തന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയ സഹോദരി എന്ന് തനിക്ക് നേരെ ചില്ലിക്കാശ് എറിയുന്നു. തന്റെ വസ്ത്രത്തിലെ അഴുക്കിനേക്കാൾ വലിയ അഴുക്ക് അവളുടെ മനസ്സിലാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. എനിക്ക് നിന്റെ പണം വേണ്ട സവിത. നിന്റെ മകൾ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ നോട്ടുകൾ എടുക്കാതെ അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സവിതയുടെ വീട്ടിൽ നിന്നും അപമാനിതനായി ഇറങ്ങിയെങ്കിലും രഘുനാഥിന്റെ മനസ്സിൽ നിന്നും ശില്പയുടെ മുഖം മായുന്നുണ്ടായിരുന്നില്ല. സ്വന്തം സഹോദരി തന്നെ ഒരു ഭിക്ഷക്കാരനെ പോലെ ആട്ടിയോടിച്ചെങ്കിലും തന്റെ മരുമകളുടെ വിവാഹം മംഗളകരമായി നടക്കണമെന്നായിരുന്നു ആ വലിയ മനുഷ്യന്റെ പ്രാർത്ഥന. വിവാഹ ദിവസം വന്നെത്തി. നഗരമൊക്കെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. സവിതയുടെ ബംഗ്ലാവ് ഒരു കൊട്ടാരം പോലെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആഡംബര കാറുകളുടെ നീണ്ട നിരകൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. രഘുനാഥ് ആ വലിയ ബംഗ്ലാവിന് എതിർവശത്തുള്ള റോഡിലെ ഇരുട്ടിൽ ഒരു മരച്ചുവട്ടിൽ നിന്നു. താൻ അങ്ങോട്ട് ചെന്നാൽ സവിതക്കും കർമ്മനും അത് വലിയ നാണക്കേടാകുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് ദൂരെ നിന്ന് തന്റെ മകളുടെ വിവാഹ ആഘോഷങ്ങൾ കണ്ട് സംതൃപ്തി നേടാൻ അയാൾ തീരുമാനിച്ചു. ചെണ്ടമേളങ്ങളും കരിമരുന്ന് പ്രയോഗങ്ങളും ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചു. വധുവിന്റെ വീട്ടുകാർ വരനെ സ്വീകരിക്കാൻ ഗേറ്റിന് മുന്നിൽ നിന്നു. സവിതയും കർമ്മനും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് അതിഥികളെ സ്വീകരിക്കുന്നു. പെട്ടെന്ന് വലിയൊരു ഘോഷയാത്രയുടെ അകമ്പടിയോടെ വരന്റെ വണ്ടി അവിടെ എത്തി. വെളുത്ത നിറത്തിലുള്ള ആഡംബര കാറിൽ നിന്നും വരൻ പുറത്തിറങ്ങി. പൂമാലകൾ കൊണ്ടും പട്ടുവസ്ത്രങ്ങൾ കൊണ്ടും അയാൾ അലങ്കൃതനായിരുന്നു. റോഹൻ എന്ന കോടീശ്വരനായ ബിസിനസ്സുകാരൻ. ചുറ്റും ക്യാമറകളുടെ ഫ്ലാഷുകൾ മിന്നിമറഞ്ഞു. സവിതയും കർമ്മനും വലിയ അഭിമാനത്തോടെ അയാളെ സ്വീകരിച്ചു. റോഡിന്റെ മറുഭാഗത്ത് ഇരുട്ടിൽ നിന്നിരുന്ന രഘുനാഥ് ആകാംക്ഷയോടെ വരനെ നോക്കി. വെളിച്ചം അയാളുടെ മുഖത്തേക്ക് വീണതും രഘുനാഥിന്റെ ഹൃദയമിടിപ്പ് നിന്നുപോയതുപോലെ തോന്നി. അയാൾ തന്റെ പഴയ കണ്ണട തുടച്ച് വീണ്ടും സൂക്ഷിച്ചു നോക്കി. രഘുനാഥിന്റെ ശരീരം വിറക്കാൻ തുടങ്ങി. ആ മുഖം, ആ ചിരി, ആ നടത്തം, അത് രഘുനാഥിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് റോഹനായിരുന്നില്ല. 7 വർഷം മുമ്പ് തന്നെ ചതിച്ച് തെരുവിലാക്കിയ തന്റെ ഭാര്യ സുമന്റെ മരണത്തിന് കാരണക്കാരനായ അതേ സംഗ്രാം സിംഗ് തന്നെയായിരുന്നു അത്. താടിയും മുടിയും വേഷവും മാറ്റിയിട്ടുണ്ടെങ്കിലും ആ കണ്ണുകളിലെ ക്രൂരത രഘുനാഥ് തിരിച്ചറിഞ്ഞു. പണ്ട് തന്നെ ഒരു വലിയ ബിസിനസ് പ്രൊജക്ടിന്റെ പേരിൽ ചതിച്ചതുപോലെ ഇപ്പോൾ സവിതയെയും മകളെയും അവളുടെ സ്വത്തിനെയും ലക്ഷ്യം വെച്ചാണ് അയാൾ എത്തിയിരിക്കുന്നത്. രഘുനാഥിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ലോകമിത്ര ചെറുതാണോ, അതോ വിധി തന്നെ വീണ്ടും പരീക്ഷിക്കുകയാണോ? സംഗ്രാം സിംഗ് ഇപ്പോൾ ഒരു വലിയ കുലീന കുടുംബത്തിലെ അംഗമെന്ന നിലയിലാണ് അവിടെ നിൽക്കുന്നത്. സവിതയും കർമ്മനും അയാളുടെ ഓരോ വാക്കിനും കാതോർത്ത് വിനീതരായി നിൽക്കുന്നു. തന്റെ സഹോദരിയുടെ അഹങ്കാരവും പണത്തോടുള്ള ആർത്തിയും അവളെ എത്ര വലിയൊരു ചതിക്കുഴിയിലാണ് എത്തിച്ചിരിക്കുന്നതെന്ന് രഘുനാഥ് ഭീതിയോടെ ഓർത്തു. ഈ വിവാഹം നടന്നാൽ ശില്പയുടെ ജീവിതം നഗരതുല്യമാകുമെന്ന് അയാൾക്കുറപ്പാണ്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ സമ്പത്തെല്ലാം തട്ടിയെടുത്ത് സംഗ്രാം സിംഗ് മുങ്ങും. പണ്ട് തനിക്ക് സംഭവിച്ച അതേ ദുരന്തം തന്റെ സഹോദരിക്കും മരുമകൾക്കും സംഭവിക്കാൻ പോകുന്നു. എനിക്കിത് തടയണം, രഘുനാഥ് സ്വയം പറഞ്ഞു. പക്ഷേ താൻ അങ്ങോട്ട് ചെന്നാൽ ആര് വിശ്വസിക്കും? ഒരു ഭിക്ഷക്കാരന്റെ വാക്കിന് ആ ആഡംബര സദസ്സിൽ എന്ത് വിലയാണുള്ളത്? സവിത തന്നെ നേരത്തെ പുറത്താക്കിയതാണ്. ഇനി അങ്ങോട്ട് ചെന്നാൽ കർമ്മൻ തന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. പക്ഷേ തന്റെ മരുമകളുടെ ജീവിതം വെച്ചുള്ള ഈ ചൂതാട്ടം നോക്കി നിൽക്കാൻ രഘുനാഥിന് കഴിയില്ല. തന്റെ കൈവശം തെളിവുകളൊന്നുമില്ല. എങ്കിലും നീതിക്ക് വേണ്ടി പോരാടാൻ അയാൾ ഉറപ്പിച്ചു. സമയം അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. വിവാഹ ചടങ്ങുകൾ തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കി. രഘുനാഥ് തന്റെ മനസ്സിൽ ഒരു പദ്ധതി മെനഞ്ഞു. എന്ത് വില കൊടുത്തും ആ രാക്ഷസന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണം. മണ്ഡപത്തിലേക്ക് ഓടിക്കയറി സത്യം വിളിച്ചു പറഞ്ഞാൽ കർമ്മന്റെ ഗുണ്ടകൾ തന്നെ അടിച്ചു പുറത്താക്കും. ഒരു പക്ഷേ പോലീസിനെ ഏൽപ്പിക്കും. സവിത തന്നെ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കും. പെട്ടെന്ന് രഘുനാഥിന്റെ ഓർമ്മയിലേക്ക് ഒരു പേര് മിന്നിമറഞ്ഞു. ഇൻസ്പെക്ടർ രാഘവ് നായർ. 7 വർഷം മുമ്പ് രഘുനാഥ് ചതിക്കപ്പെട്ടപ്പോൾ കേസ് അന്വേഷിച്ചിരുന്നത് രാഘവനായിരുന്നു. സത്യസന്ധനും കർക്കശക്കാരനുമായ ആ ഓഫീസർ സംഗ്രാം സിംഗിനെ പിടികൂടാൻ ആവുന്നത്രേ ശ്രമിച്ചിരുന്നു.
പക്ഷെ അന്ന് സ്വാധീനം ഉപയോഗിച്ച് അയാൾ രാജ്യം വിട്ടിരുന്നു. പോകുന്നതിന് മുമ്പ് രാഘവൻ രഘുനാഥിനോട് പറഞ്ഞിരുന്നു, അവൻ ഒരു പ്രൊഫഷണൽ തട്ടിപ്പുകാരനാണ്. അവൻ എപ്പോഴെങ്കിലും തിരിച്ചു വരും. അന്ന് അവനെ നമുക്ക് പൂട്ടണം. രഘുനാഥ് വിറക്കുന്ന കൈകളോടെ തന്റെ കീശയിൽ നിന്ന് പഴകിയ ഒരു മൊബൈൽ ഫോൺ എടുത്തു. ഭാഗ്യത്തിന് അയാൾ ആ പഴയ നമ്പർ സൂക്ഷിച്ചിരുന്നു. സമയം അർദ്ധരാത്രിയോട് അടുക്കുന്നു. രാഘവ് ഫോൺ എടുക്കുമോ? അയാൾ മടിച്ച് ഡയൽ ചെയ്തു. ഭാഗ്യത്തിന് രണ്ടാം ബെല്ലിൽ തന്നെ മറുതലക്കൽ ഫോൺ എടുത്തു. ഹലോ രാഘവൻ സർ, ഞാൻ രഘുനാഥ് ആണ്, കോൺട്രാക്ടർ രഘുനാഥ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗൗരവമേറിയ ആ ശബ്ദം കേട്ടു. രഘുനാഥ് സർ, എന്താ ഈ രാത്രി കോൾ ചെയ്യുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സർ, അവൻ തിരിച്ചു വന്നിരിക്കുന്നു. സംഗ്രാം സിംഗ്. അവനിപ്പോൾ എന്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ്. അവൻ പേര് മാറ്റിയിരിക്കുന്നു. ദയവായി വന്ന് അവളെ രക്ഷിക്കൂ സർ, രഘുനാഥ് കരഞ്ഞു പറഞ്ഞു. വാർത്ത കേട്ടതും ഇൻസ്പെക്ടർ ഞെട്ടിപ്പോയി. സംഗ്രാം സിംഗ് വർഷങ്ങളായി പോലീസിന്റെ പിടികിട്ടാപ്പുള്ളി പട്ടികയിലുള്ള ആളാണ്. രഘുനാഥ് വിവാഹം നടക്കുന്ന സ്ഥലത്തിന്റെ വിലാസം പറഞ്ഞുകൊടുത്തു. രഘുനാഥ്, നിങ്ങൾ ധൈര്യമായിരിക്കൂ, ഞാൻ ഉടൻ പുറപ്പെടുകയാണ്. പക്ഷേ സിറ്റിക്ക് പുറത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അവിടെ എത്താൻ എനിക്ക് ചുരുങ്ങിയത് അരമണിക്കൂർ സമയം വേണം. അതുവരെ നിങ്ങൾ ആ വിവാഹം എങ്ങനെയെങ്കിലും തടയണം. ഒരു കാരണവശാലും ആ താലി ചാർത്താൻ അനുവദിക്കരുത്, രാഘവൻ നിർദ്ദേശിച്ചു. ഫോൺ കട്ടായി. രഘുനാഥ് മണ്ഡപത്തിലേക്ക് നോക്കി. സമയം അതിവേഗം പായുന്നു. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങിയിരിക്കുന്നു. അരമണിക്കൂർ. സെക്യൂരിറ്റിക്കാരെ വെട്ടിച്ച് താൻ എങ്ങനെ അകത്ത് കയറും? താൻ മണ്ഡപത്തിൽ ചെന്ന് ബഹളമുണ്ടാക്കിയാൽ അവർ തന്നെ 5 മിനിറ്റിനുള്ളിൽ പുറത്താക്കും. പോലീസ് എത്തുന്നത് വരെ സമയം നീട്ടിക്കൊണ്ടു പോകാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം. രഘുനാഥ് ബംഗ്ലാവിന്റെ മതിലിനോട് ചേർന്ന് നടന്നു. പണ്ട് വലിയ കെട്ടിടങ്ങൾ പണിതിട്ടുള്ള അയാൾക്ക് ഇത്തരം ബംഗ്ലാവുകളുടെ നിർമ്മാണ രീതി നന്നായി അറിയാം. മുൻവാതിൽ കാവൽക്കാർ കാക്കുന്നുണ്ടാകാം, പക്ഷേ പിൻഭാഗത്ത് അടുക്കളയോട് ചേർന്ന് മറ്റൊരു ചെറിയ വാതിൽ ഉണ്ടാകും. ചപ്പുചവറുകൾ മാറ്റാനും ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കാനും ഉപയോഗിക്കുന്ന ആ വാതിൽ വഴി അകത്തു കടക്കാം. രഘുനാഥ് പിന്നിലെ വഴിയിലേക്ക് നീങ്ങി. അവിടെ സെക്യൂരിറ്റി കുറവായിരുന്നു. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും വലിയ പാത്രങ്ങളും കൂട്ടിയിരിക്കുന്ന ആ ഭാഗത്തു കൂടി അയാൾ പതുങ്ങി അകത്തേക്ക് കയറി. തന്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ വകവെക്കാതെ ഒരു യോദ്ധാവിനെ പോലെ രഘുനാഥ് തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. തന്റെ മരുമകളെ രക്ഷിക്കാൻ അയാൾക്ക് മുന്നിലുള്ളത് വെറും 30 മിനിറ്റ് മാത്രമാണ്. ആരും ആ വൃദ്ധനെ ശ്രദ്ധിച്ചില്ല. എല്ലാവരും അതിഥികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന തിരക്കിലായിരുന്നു. രഘുനാഥ് തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിലൂടെ മണ്ഡപത്തിലേക്ക് കണ്ണോടിച്ചു. വിവാഹ ചടങ്ങുകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇൻസ്പെക്ടർ വരാൻ ഇനിയും സമയമെടുക്കും. ആ 30 മിനിറ്റ് നീട്ടിക്കൊണ്ട് പോയാൽ മാത്രമേ തന്റെ മരുമകളെ ആ ചതിയന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂവെന്ന് രഘുനാഥിന് അറിയാം. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ ബംഗ്ലാവിന്റെ മൂലയിലുള്ള വലിയ ഇലക്ട്രിക് മെയിൻ ബോർഡിൽ പതിഞ്ഞു. ഒരു പഴയ സിവിൽ കോൺട്രാക്ടർ എന്ന നിലയിൽ ഇത്തരം വലിയ കെട്ടിടങ്ങളുടെ വൈദ്യുതി ബന്ധം എവിടെയാണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അയാൾക്ക് വ്യക്തമായി ധാരണയുണ്ടായിരുന്നു. അയാൾ മെല്ലെ ആ ബോർഡിനരികിലേക്ക് നീങ്ങി. ചുറ്റുമുള്ളവർ ആഡംബരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ രഘുനാഥ് ആ ബോർഡിന്റെ വാതിൽ തുറന്നു. അവിടെ വലിയ മെയിൻ സ്വിച്ചുകളും വയറുകളും സങ്കീർണമായി കിടക്കുന്നു. ഇതിലൂടെയാണ് ബംഗ്ലാവിലെയും മണ്ഡപത്തിലെയും മുഴുവൻ വെളിച്ചവും വരുന്നത്. രഘുനാഥ് ശ്വാസം അടക്കിപ്പിടിച്ചു. തന്റെ മരുമകളുടെ ജീവിതം രക്ഷിക്കാനുള്ള ഏക മാർഗം ഈ വെളിച്ചം അണക്കുക എന്നതാണ്. അയാൾ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് മെയിൻ സ്വിച്ച് താഴേക്ക് വലിച്ചു. ഒരു നിമിഷം കൊണ്ട് ആ വലിയ കൊട്ടാരവും മണ്ഡപവും ഇരുട്ടിലായി. ആഘോഷത്തിൽ മുഴുകിയിരുന്ന അതിഥികൾ പരിഭ്രാന്തരായി നിലവിളിച്ചു. എന്താണ് സംഭവിച്ചത്? വെളിച്ചം പോയോ? കർമ്മന്റെ അലർച്ച കേട്ടു. മണ്ഡപത്തിൽ വലിയ ബഹളമായി. ജനറേറ്റർ ഉടൻ പ്രവർത്തിക്കുമെന്ന് രഘുനാഥിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ വേഗത്തിൽ ജനറേറ്ററിലേക്കുള്ള പ്രധാന വയറുകൾ മുറിച്ചു. ഇരുട്ടിന്റെ മറവിൽ രഘുനാഥ് അവിടെ തന്നെ ഒളിച്ചു നിന്നു. സവിതയും കർമ്മനും ഇലക്ട്രീഷ്യനെ വിളിക്കാൻ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോണുകളുടെ ടോർച്ച് വെളിച്ചത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇരുട്ടിൽ നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ വിവാഹ ചടങ്ങുകൾ തുടരാൻ പൂജാരി വിസമ്മതിച്ചു. ശുഭമുഹൂർത്തത്തിൽ വെളിച്ചമണഞ്ഞത് അശുഭ ലക്ഷണമാണ് എന്ന് പൂജാരി പിറുപിറുക്കുന്നത് രഘുനാഥ് കേട്ടു. ഓരോ നിമിഷവും രഘുനാഥ് തന്റെ ഫോണിലെ സമയം നോക്കിക്കൊണ്ടിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞു. വെളിച്ചം വരാതിരിക്കാൻ അയാൾ ഇലക്ട്രിക് ബോർഡിലെ ഫ്യൂസുകൾ ഊരി ദൂരേക്കെറിഞ്ഞു. വിയർപ്പിൽ കുളിച്ച രഘുനാഥിന്റെ ഹൃദയം പടപടാ മിടിക്കുന്നു. കർമ്മന്റെ ആൾക്കാർ ടോർച്ച് വെളിച്ചവുമായി ഇലക്ട്രിക് ബോർഡിന് അടുത്തേക്ക് വരുന്നത് അയാൾ കണ്ടു. അവിടെ നിന്നാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അയാൾ പതുക്കെ മണ്ഡപത്തിന്റെ പിന്നിലുള്ള ഇരുട്ടിലേക്ക് മാറി നിന്നു.
15 മിനിറ്റോളം ആ വലിയ കൊട്ടാരം ഇരുട്ടിൽ മുങ്ങി നിന്നു. ആ സമയം കൊണ്ട് ആളുകളുടെ ആവേശം കുറഞ്ഞു. തടസ്സങ്ങൾ നേരിട്ടതോടെ സംഗ്രാം സിംഗിന്റെ മുഖത്തും പരിഭ്രമം നിഴലിക്കാൻ തുടങ്ങി. താൻ പിടിക്കപ്പെടുമോ എന്ന പേടി അയാളുടെ ഉള്ളിൽ കടന്നുകൂടി. പക്ഷേ പുറമെ അയാൾ ശാന്തനായി അഭിനയിച്ചു. ഒടുവിൽ താൽക്കാലികമായി വെളിച്ചം തിരികെ കൊണ്ടുവരാൻ ജോലിക്കാർക്ക് കഴിഞ്ഞു. മണ്ഡപത്തിൽ വെളിച്ചം നിറഞ്ഞപ്പോൾ എല്ലാവരും ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. ഇനി ഒട്ടും സമയം കളയണ്ട, ചടങ്ങുകൾ വേഗം തീർക്കൂ, കർമ്മൻ ആജ്ഞാപിച്ചു. രഘുനാഥ് തന്റെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. ഈശ്വര, സാർ എവിടെ എത്തി? പൂജാരി മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങി. വരനും വധുവും അഗ്നിക്ക് മുന്നിൽ എഴുന്നേറ്റു നിന്നു. അവരുടെ വസ്ത്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞു. ഇനി 7 വട്ടം അഗ്നിയെ വലം വെച്ചാൽ ശില്പ എന്നേക്കുമായി ആ ചതിയന്റെ വധുവായി മാറും. തനിക്കിനി ഒളിച്ചിരിക്കാൻ കഴിയില്ലെന്ന് രഘുനാഥ് ഉറപ്പിച്ചു. പോലീസ് എത്തുന്നതിന് മുമ്പേ മണ്ഡപത്തിലേക്ക് കയറി ചെന്ന് ഈ വിവാഹം തടയുകയല്ലാതെ വേറെ വഴിയില്ല. അയാൾ തന്റെ പഴയ കണ്ണട തുടച്ച് വെച്ചു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഒതുക്കിപ്പിടിച്ചു. ആഡംബരം നിറഞ്ഞ ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു സിംഹത്തിന്റെ കരുത്തോടെ ആ വൃദ്ധൻ നടന്നു നീങ്ങി. തന്റെ മരുമകളുടെ ജീവിതം രക്ഷിക്കാൻ അയാൾ സ്വന്തം ജീവൻ പണയം വെക്കാൻ തയ്യാറായി. നിർത്തൂ, ഈ വിവാഹം നിർത്തൂ. അയാളുടെ കിതപ്പും വേദനയും നിറഞ്ഞ ശബ്ദം ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. പാട്ടുകളും സംസാരങ്ങളും ഒരേപോലെ നിലച്ചു. എല്ലാവരും ആ വൃദ്ധനെ അത്ഭുതത്തോടെയും വെറുപ്പോടെയും നോക്കി. പൊടിയും ചെളിയും പുരണ്ട വസ്ത്രങ്ങളുമായി വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന രഘുനാഥ് ആ ആഡംബര വേദിയിൽ ഒരു കരടായി തോന്നി. വരനും വധുവും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പട്ടുതുണിയിൽ രഘുനാഥ് തന്റെ മുഷിഞ്ഞ കൈകൾ കൊണ്ട് ബലമായി പിടിച്ചു. ശില്പമോളെ, നീ ഇവനെ വിവാഹം കഴിക്കരുത്, ഇവൻ നിന്നെ ചതിക്കുകയാണ്, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് അവിടെ നിശബ്ദത തകർന്നു. സവിതയും കർമ്മനും ദേഷ്യം കൊണ്ട് വിറച്ചു. അതിഥികൾക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. നീ ഇവിടെ എങ്ങനെ വന്നു? കർമ്മൻ അലറിക്കൊണ്ട് അടുത്തേക്ക് വന്നു. അയാൾ രഘുനാഥിന്റെ കോളറിൽ പിടിച്ചു വലിച്ചു. സവിത, നിന്റെ ഈ ഭിക്ഷക്കാരനായ സഹോദരനെ ഞാൻ നേരത്തെ പുറത്താക്കിയതല്ലേ? ഇവൻ നമ്മുടെ മകളുടെ ഭാവി തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കർമ്മൻ രഘുനാഥിനെ മണ്ഡപത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. താഴെ വീണെങ്കിലും രഘുനാഥ് വിട്ടുകൊടുത്തില്ല. അയാൾ എഴുന്നേറ്റ് നിന്ന് വരനെ ചൂണ്ടി പറഞ്ഞു. സവിത, നീ പണത്തിന്റെ തിളക്കത്തിൽ സത്യം കാണുന്നില്ല. ഇവൻ രാഹുൽ അല്ല, ഇവൻ സംഗ്രാം സിംഗ് ആണ്. 7 വർഷം മുമ്പ് എന്നെ നശിപ്പിച്ച് നിന്റെ ജ്യേഷ്ഠത്തിയെ മരണത്തിലേക്ക് തള്ളിയിട്ട അതേ രാക്ഷസൻ. സംഗ്രാം സിംഗിന്റെ മുഖത്ത് ഒരു നിമിഷം ഭയം നിഴലിച്ചു. പക്ഷെ അയാൾ പെട്ടെന്ന് ആത്മസംയമനം വീണ്ടെടുത്തു. അയാൾ ഒരു വലിയ നടനെ പോലെ ശാന്തനായി പുഞ്ചിരിച്ചു. അമ്മാവ, നിങ്ങൾക്കെന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കരുത്. ഇദ്ദേഹത്തിന് മാനസിക നില തെറ്റിയതാണെന്ന് തോന്നുന്നു, അയാൾ സവിതയോട് പറഞ്ഞു. അയാളുടെ അഭിനയം അവിടെയുള്ള എല്ലാവരെയും വിശ്വസിപ്പിച്ചു. സവിതക്ക് തന്റെ സഹോദരനോട് കടുത്ത അമർഷം തോന്നി. നിർത്തു നിന്റെ ഈ നാടകം, അവൾ അലറി. പണ്ട് നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന ദേഷ്യമാണ് നിങ്ങൾക്ക്. എന്റെ മകൾ ഒരു വലിയ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? നിന്റെ ഈ അസൂയക്ക് എന്റെ മകളുടെ ജീവിതമാണോ നീ ബലി കൊടുക്കുന്നത്? സവിതയുടെ വാക്കുകൾ രഘുനാഥിന്റെ ഹൃദയത്തിൽ തറച്ചു. സവിത, ഞാൻ നിന്റെ ജ്യേഷ്ഠനാണ്, നിന്നെ പൊന്നുപോലെ വളർത്തിയവനാണ്. ഞാൻ എന്തിനാണ് നിന്നെ ചതിക്കുന്നത്? പക്ഷേ സവിത കേൾക്കാൻ തയ്യാറായില്ല. അവൾ കർമ്മനെ നോക്കി. ഇവനെ ഇവിടുന്ന് പുറത്താക്കൂ. ഇനിയും ഇവിടെ നിർത്തിയാൽ നമ്മുടെ അന്തസ് മണ്ണിൽ വീഴും. കർമ്മൻ തന്റെ കാവൽക്കാരെ വിളിച്ചു. 4-5 പേര് ചേർന്ന് രഘുനാഥിനെ ബലമായി പിടിച്ചു. അവർ അയാളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ശില്പ തന്റെ മാമന്റെ അവസ്ഥ കണ്ട് കരഞ്ഞു. മാമ എന്നവൾ വിളിച്ചെങ്കിലും സവിത അവളെ തടഞ്ഞു. രഘുനാഥിനെ മണ്ഡപത്തിന്റെ പടികളിലൂടെ അവർ താഴേക്ക് വലിച്ചിട്ടു. വേദന കൊണ്ട് പൊളയുമ്പോഴും രഘുനാഥ് അലറിക്കൊണ്ടിരുന്നു. ശില്പ, നീ അവനെ വിശ്വസിക്കരുത്. സവിത, നിനക്ക് പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരും. പക്ഷേ അയാളുടെ ശബ്ദം ആഡംബര സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നു. കാവൽക്കാർ അയാളെ ബംഗ്ലാവിന്റെ പുറത്തുള്ള റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഗേറ്റ് അടക്കപ്പെട്ടു. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ചെളിയിൽ വീണു കിടക്കുന്ന രഘുനാഥ് ആകാശത്തേക്ക് നോക്കി കരഞ്ഞു. ഈശ്വര, ഞാൻ പരാജയപ്പെട്ടു. എന്റെ മകളുടെ ജീവിതം ആ ചതിയൻ തകർക്കുമോ? സമയം കടന്നു പോകുന്നു, ഇനി നിമിഷങ്ങൾ മാത്രം. പക്ഷേ രഘുനാഥിന്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. തന്റെ മകളുടെ ജീവിതം തകർന്നത് നോക്കി നിൽക്കാൻ ആ വലിയ മനുഷ്യന് കഴിഞ്ഞില്ല. അയാൾ വീണ്ടും സർവശക്തിയും സംഭരിച്ച് എഴുന്നേറ്റു. ഗേറ്റിലെ കാവൽക്കാരെ വെട്ടിച്ച് മതിലിന്റെ വശത്തുകൂടി അയാൾ വീണ്ടും മണ്ഡപത്തിലേക്ക് ഓടിക്കയറി. ഇത്തവണ രഘുനാഥ് നേരെ ചെന്നത് സവിതയുടെ അടുത്തേക്കായിരുന്നു. അയാൾ അവളുടെ കൈകളിൽ പിടിച്ച് അപേക്ഷിച്ചു. സവിത, എന്റെ വാക്ക് വിശ്വസിക്കൂ. ഞാൻ പറയുന്നത് നുണയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഈ ജ്യേഷ്ഠൻ എന്തെങ്കിലും നിന്നോട് നുണ പറഞ്ഞിട്ടുണ്ടോ? ഇവൻ ഒരു കൊടും കുറ്റവാളിയാണ്. നമ്മുടെ ശില്പിയുടെ ജീവിതം ഇവൻ നശിപ്പിച്ചു.
നശിപ്പിക്കും. രഘുനാഥിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. മണ്ഡപത്തിൽ കൂടിയിരുന്ന അതിഥികൾക്കിടയിൽ പരിഹാസച്ചിരികൾ ഉയർന്നു. സവിതയുടെ സഹോദരൻ ഒരു ഭ്രാന്തനായി മാറിയോ എന്ന് ചിലർ ചോദിച്ചു. തന്റെ അന്തസ്സ് അതിഥികൾക്ക് മുന്നിൽ തകരുന്നത് സവിതയ്ക്ക് സഹിക്കാനായില്ല. പണത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും ലഹരി അവളുടെ രക്തത്തിൽ സ്നേഹത്തേക്കാൾ ശക്തമായി പ്രവർത്തിച്ചു. അവൾ രഘുനാഥിന്റെ കൈകൾ തട്ടിമാറ്റി. പെട്ടെന്ന് ആഡംബര സദസ്സിനെ നെട്ടിച്ചുകൊണ്ട് സവിത തന്റെ വലതു കൈ ഉയർത്തി രഘുനാഥിന്റെ കരണത്ത് ശക്തമായി ഒരടി കൊടുത്തു. ആ ശബ്ദം മണ്ഡപത്തിലാകെ മുഴങ്ങി. എല്ലാവരും സ്തംഭിച്ചുപോയി. രഘുനാഥ് ആഘാതത്തിൽ ഒന്ന് പിന്നിലേക്ക് ആഞ്ഞു. തന്റെ മുഖത്തെ വേദനയേക്കാൾ വലിയൊരു വേദന അയാളുടെ നെഞ്ചിൽ തുളച്ചു കയറി. താൻ താരാട്ടുപാടി ഉറക്കിയ കൈ പിടിച്ചു നടത്താൻ പഠിപ്പിച്ച തന്റെ അനിയത്തിയിൽ നിന്ന് അയാൾക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രതിഫലമായിരുന്നു ആ അടി. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്, സവിത അലറി. നിന്റെ ഈ ദാരിദ്ര്യവും ഭ്രാന്തും കാണിക്കാൻ നീ കണ്ടെത്തിയ സ്ഥലം ഇതാണോ? നീ എനിക്ക് മരിച്ചു കഴിഞ്ഞു. എന്റെ മകളുടെ വിവാഹം മുടക്കാൻ നീ വന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. സവിതയുടെ കണ്ണുകളിൽ സ്നേഹത്തിനു പകരം വെറുപ്പിന്റെ കനലുകൾ ജ്വലിക്കുകയായിരുന്നു. രഘുനാഥ് തകർന്നുപോയി. അയാൾ തന്റെ കവിളിൽ കൈവച്ച് നിശബ്ദനായി നിന്നു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. സവിത, നീ എന്നെ അടിച്ചുവല്ലേ? നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഏട്ടനെ നീ അപമാനിച്ചു. നീ എന്നെ തല്ലിക്കോളൂ, പക്ഷെ ആ ചതിയനെ വിശ്വസിക്കരുത്. ഈ സമയം സംഗ്രാം സിംഗ് സവിതയുടെ അരികിലേക്ക് വന്നു. അയാൾ വളരെ സഹതാപത്തോടെ രഘുനാഥിനെ നോക്കി. അമ്മേ, ദയവായി ഇദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. പാവ മനുഷ്യൻ. ദാരിദ്ര്യം കാരണം മനസ്സിന് അസുഖം വന്നതാകാം. നമുക്ക് ഇദ്ദേഹത്തെ ഒരു ഭ്രാന്താലയത്തിൽ അയക്കാം. സംഗ്രാം സിംഗിന്റെ വാക്കുകൾ കേട്ട് കർമ്മൻ ചിരിച്ചു. അതുതന്നെയാണ് ശരി, കർമ്മൻ പറഞ്ഞു. അയാൾ സെക്യൂരിറ്റിക്കാരെ വീണ്ടും വിളിച്ചു. ഇവനെ അടിച്ചു പുറത്താക്കൂ. ഇനിയും അകത്ത് കയറിയാൽ കാലുകൾ തല്ലിയൊടിക്കൂ. കാവൽക്കാർ രഘുനാഥിനെ വലിച്ചഴച്ചു. അവർ അയാളുടെ നെഞ്ചിലും വയറ്റിലും മർദ്ദിച്ചു. രഘുനാഥ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ശില്പ വിവാഹ വസ്ത്രത്തിൽ മണ്ഡപത്തിനു മുകളിൽ നിന്ന് ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞു. മാമ, പപ്പ, നിർത്തൂ, അവൾ നിലവിളിച്ചു. പക്ഷേ സവിത അവളെ ബലമായി പിടിച്ചു നിർത്തി. രഘുനാഥിനെ അവർ വീണ്ടും റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ കാഴ്ച മങ്ങുന്നു. മണ്ഡപത്തിൽ നിന്ന് പൂജാരിയുടെ മന്ത്രങ്ങൾ വീണ്ടും കേൾക്കാൻ തുടങ്ങി. ശില്പ, എന്റെ മോളെ, രഘുനാഥ് മന്ത്രിച്ചു. അയാൾ തന്റെ കൈകൾ കൂപ്പി മുകളിലേക്ക് നോക്കി. ഈശ്വര, നീ സത്യത്തിന് കൂട്ടിരിക്കില്ലേ? എന്റെ സഹോദരിക്ക് തെറ്റുപറ്റി. പക്ഷെ എന്റെ മകൾ എന്തു പിഴച്ചു? വിവാഹത്തിന്റെ അവസാന ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് വരുമെന്ന തന്റെ പ്രതീക്ഷ അസ്തമിക്കുകയാണോ എന്ന് രഘുനാഥ് ഭയന്നു. എങ്കിലും അയാൾ തന്റെ ഫോൺ വീണ്ടും എടുത്തു. ഇൻസ്പെക്ടറിന് മെസ്സേജ് അയക്കാൻ ശ്രമിച്ചു. ആ വൃദ്ധന്റെ പോരാട്ടം അവസാനിച്ചിരുന്നില്ല. തന്റെ മാനം നഷ്ടപ്പെട്ടാലും മകളുടെ ജീവിതം രക്ഷിക്കണമെന്ന നിശ്ചയദാർഢ്യം അയാളെ വീണ്ടും എഴുന്നേൽപ്പിച്ചു. അതേസമയം മണ്ഡപത്തിൽ സംഗ്രാം സിംഗ് വിജയെ പോലെ പുഞ്ചിരിക്കുകയാണ്. സവിതയും കർമ്മനും സന്തോഷത്തോടെ വിവാഹ ചടങ്ങുകൾ നോക്കി നിന്നു. ശില്പയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ മാമന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പ് പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പൂജാരി മന്ത്രങ്ങൾ നിർത്തി താലിയെടുത്ത് നൽകാൻ കർമ്മനോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ബംഗ്ലാവിന്റെ ഗേറ്റിന് മുന്നിൽ വലിയൊരു ശബ്ദത്തോടെ പോലീസ് വണ്ടികൾ വന്നു നിന്നു. ഇൻസ്പെക്ടർ രാഘവ് ഒരു പടയോടുകൂടി അകത്തേക്ക് കയറി വന്നു. പോലീസ് ഉദ്യോഗസ്ഥർ മണ്ഡപത്തെ വളഞ്ഞു. അത് കണ്ടതും വരന്റെ വേഷത്തിൽ ഇരുന്ന സംഗ്രാം സിംഗിന്റെ മുഖം വിളറി. അയാൾ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. അവിടെ നിൽക്ക്, ഓടിയാൽ വെടിവെക്കും, ഇൻസ്പെക്ടർ അലറി. പോലീസ് സേന അയാളെ വളഞ്ഞു പിടിച്ചു. കർമ്മൻ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു വലിയ കുടുംബത്തിന്റെ വിവാഹമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അനുവാദമില്ലാതെ ഇവിടെ കയറാം? ഇൻസ്പെക്ടർ പരിഹാസത്തോടെ ചിരിച്ചു. സൂക്ഷിച്ചു സംസാരിക്കൂ മിസ്റ്റർ. നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു കോടീശ്വരനല്ല, മറിച്ച് ഇന്ത്യയിലെ 10ഓളം സംസ്ഥാനങ്ങളിൽ പോലീസിനെ വെട്ടിച്ചു നടക്കുന്ന കൊടും കുറ്റവാളിയായ സംഗ്രാം സിംഗിനെയാണ്. റോഹൻ എന്നത് ഇവൻ ഉപയോഗിക്കുന്ന വ്യാജ പേര് മാത്രമാണ്. സവിത ഞെട്ടിപ്പോയി. അല്ല, ഇത് റോഹനാണ്. ഇവരുടെ വീട്ടുകാരും ബന്ധുക്കളും ഇവിടെയുണ്ട്. ഇൻസ്പെക്ടർ തന്റെ കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റ് ഉയർത്തിപ്പിടിച്ചു. അതിൽ സംഗ്രാം സിംഗിന്റെ പഴയ ഫോട്ടോകളും കുറ്റകൃത്യങ്ങളുടെ രേഖകളും തെളിഞ്ഞു നിന്നു. പോലീസിന്റെ സാന്നിധ്യം കണ്ടതും വരന്റെ വീട്ടുകാർ എന്ന് അവകാശപ്പെട്ടവർ മുട്ടുകുത്തി മാപ്പ് അപേക്ഷിച്ചു. സർ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. 5000 രൂപ തരാം എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ അഭിനയിക്കുന്ന നാടകക്കാരാണ്. സത്യം വെളിപ്പെട്ട ആ നിമിഷം സവിതക്കും കർമ്മനും ശ്വാസം നിലച്ചതുപോലെ
പോലെ തോന്നി. തങ്ങൾ ആരുടെ മുന്നിലാണോ സ്വന്തം സഹോദരനെ അപമാനിച്ചത്, ആ മനുഷ്യൻ വെറുമൊരു ചതിയനായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. പോലീസ് സംഗ്രാം സിംഗിന്റെ കയ്യിൽ വിലങ്ങുവെച്ചു. 7 വർഷം മുമ്പ് നിങ്ങൾ രഘുനാഥിനെ നശിപ്പിച്ച അതേ കുറ്റത്തിന് ഇപ്പോൾ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു. മുറിവുകളിൽ നിന്നും ചോര ഒലിപ്പിച്ചുകൊണ്ട് രഘുനാഥ് പോലീസ് ഓഫീസർക്ക് പിന്നാലെ മണ്ഡപത്തിലേക്ക് കയറി വന്നു. അയാളെ കണ്ടപ്പോൾ സവിതയുടെ ഹൃദയം പശ്ചാത്താപം കൊണ്ട് നീറി. താൻ ചവിട്ടി പുറത്താക്കിയ തന്റെ ജ്യേഷ്ഠനാണ് തന്റെ മകളുടെ ജീവിതം രക്ഷിച്ചിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ ആഭരണങ്ങളെക്കാളും വലിയ സ്വർണമായിരുന്നു തന്റെ സഹോദരന്റെ ഹൃദയമെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. ആഡംബരങ്ങൾ നിറഞ്ഞ ആ മണ്ഡപത്തിൽ ഇപ്പോൾ ശ്മശാന തുല്യമായ നിശബ്ദതയായിരുന്നു. സവിത മെല്ലെ തല ഉയർത്തി തന്റെ സഹോദരനെ നോക്കി. ചോര ഒലിപ്പിച്ചു നിൽക്കുന്ന രഘുനാഥിന്റെ രൂപം അവളുടെ ഹൃദയത്തിൽ 1000 സൂചികൾ തറക്കുന്നതുപോലെ തോന്നി. താൻ ക്രൂരമായി തല്ലിയ ആ കവിളിൽ നീരും പാടുകളും തെളിഞ്ഞു കാണാമായിരുന്നു. താൻ ഭിക്ഷക്കാരനെന്ന് വിളിച്ചാക്ഷേപിച്ച അതേ മനുഷ്യനാണ് തന്റെ മകളുടെ ജീവിതം നഗരമാകാതെ കാത്തത്. പണത്തിന്റെ ലഹരിയിൽ താൻ മറന്നുപോയത് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തെയായിരുന്നുവെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. സവിത വിറക്കുന്ന ചുവടുകളോടെ രഘുനാഥന്റെ അടുത്തേക്ക് ചെന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ വീണു. ഏട്ടാ, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് തെറ്റുപറ്റി. പണം എന്റെ കണ്ണുകളെ അന്ധമാക്കി, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. തന്റെ ജ്യേഷ്ഠന്റെ കാൽക്കൽ കിടന്ന് അവൾ മാപ്പിനായി ഇരന്നു. കർമ്മനും തല താഴ്ത്തി നിൽക്കുകയാണ്. തന്റെ ബിസിനസ് ബുദ്ധിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ചതിയെ തന്റെ ഭാര്യയുടെ പാവം ജ്യേഷ്ഠൻ തിരിച്ചറിഞ്ഞല്ലോ എന്നോർത്ത് അയാൾ ലജ്ജിച്ചു. ശില്പ ഓടി വന്ന് രഘുനാഥിനെ കെട്ടിപ്പിടിച്ചു. മാമ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളുടെ വേദന കണ്ടു നിൽക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളെ തടയാൻ കഴിഞ്ഞില്ല. അവൾ വിങ്ങിപ്പൊട്ടി. രഘുനാഥ് വിറക്കുന്ന കൈകൾ കൊണ്ട് അവളുടെ തലയിൽ തലോടി. കരയരുത് മോളെ, നിന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ, അത് മതി എനിക്ക്. ഈ മാമന് വേറെ ഒന്നും വേണ്ട, അയാൾ ശാന്തനായി പറഞ്ഞു. കർമ്മൻ മുന്നോട്ട് വന്ന് രഘുനാഥിന്റെ കൈകൾ പിടിച്ചു. ഏട്ടാ, നിങ്ങൾ ചെയ്ത ഉപകാരത്തിനു പകരം നൽകാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളെ മറന്നുപോയി. നിങ്ങളുടെ ഈ അവസ്ഥക്ക് കാരണം ഞങ്ങളുടെ അവഗണനയാണ്. ഇനി നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിയണം. ഈ വീടും സമ്പത്തും നിങ്ങളുടേത് കൂടിയാണ്, കർമ്മൻ ആത്മാർത്ഥമായി അപേക്ഷിച്ചു. സവിത എഴുന്നേറ്റ് രഘുനാഥിന്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഏട്ടാ, നമുക്കുള്ളിലേക്ക് പോകാം. നിങ്ങളുടെ മുറിവുകൾക്ക് മരുന്ന് വെക്കണം. ഇനി നിങ്ങളെ ആ ചേരിയിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യമാണ്. രഘുനാഥ് സവിതയുടെ കൈകളിലേക്ക് നോക്കി. കുറച്ചു മിനിറ്റുകൾക്ക് മുമ്പ് ഇതേ കൈകളാണ് തന്റെ കർണത്തടിച്ചത്. ഇതേ നാവാണ് തന്നെ ഭിക്ഷക്കാരനെന്ന് വിളിച്ചത്. പണമുള്ളപ്പോൾ ഒരു ഭാവവും പണം പോകുമ്പോൾ മറ്റൊരു ഭാവവും കാണിക്കുന്ന ഈ ലോകത്തിന്റെ രീതി അയാൾക്ക് നന്നായി അറിയാം. അയാൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ തന്റെ കൈകൾ അവളുടെ പിടിയിൽ നിന്നും മെല്ലെ വിട്ടു. അയാളുടെ കണ്ണുകളിൽ പശ്ചാത്താപം സ്വീകരിക്കാനുള്ള താല്പര്യമില്ലായിരുന്നു. തന്റെ ദൗത്യം അവസാനിച്ചുവെന്നും ഇനി തനിക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും ആ വലിയ മനുഷ്യൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. രഘുനാഥ് ഒരു നിമിഷം ആ വലിയ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കണ്ണോടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു വലിയ വീട്ടിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. പക്ഷെ അന്ന് അയാളുടെ കൂടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുമൻ ഉണ്ടായിരുന്നു. സവിത, രഘുനാഥ് ശാന്തമായി പറഞ്ഞു, നീ എന്റെ അനിയത്തിയാണ്. നിനക്കൊരു ആപത്ത് വരുമ്പോൾ നോക്കി നിൽക്കാൻ ഈ ജ്യേഷ്ഠന് കഴിയില്ല. ഞാൻ വന്നത് നിന്റെ പണമോ ഈ വലിയ വീടോ കണ്ടിട്ടല്ല, എന്റെ ശില്പയുടെ ജീവിതം രക്ഷിക്കാൻ മാത്രമാണ്. അതിപ്പോൾ പൂർത്തിയായി. അയാൾ മുറിവേറ്റ് തന്റെ കവിളിൽ ഒന്ന് തൊട്ടു. സവിത, നീ എന്നെ അടിച്ച ആ നിമിഷം നിന്നിലെ എന്റെ പഴയ അനിയത്തി മരിച്ചുപോയി. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന് പറയുന്നത് പോലെ നീ ബന്ധങ്ങളെക്കാൾ വലുത് പണമാണെന്ന് വിശ്വസിച്ചു. ഇന്നീ ചതി വെളിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിനക്കെന്നോട് ഇപ്പോൾ സ്നേഹം തോന്നുന്നത്. ഒരു പക്ഷേ ആ സംഗ്രാം സിംഗ് കോടീശ്വരൻ തന്നെയായിരുന്നുവെങ്കിൽ നിന്റെ ഈ സ്നേഹം എനിക്ക് ലഭിക്കുമായിരുന്നോ? രഘുനാഥിന്റെ ചോദ്യത്തിനു മുന്നിൽ സവിത തല താഴ്ത്തി. അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. രഘുനാഥ് ഗേറ്റിന് നേരെ നടന്നു. കർമ്മൻ അയാളെ തടയാൻ ശ്രമിച്ചു. ഏട്ടാ, ഈ രാത്രിയിൽ എങ്ങോട്ടാണ് പോകുന്നത്? പുറത്ത് നല്ല മഴയാണ്. നിങ്ങളുടെ ശരീരം മുഴുവൻ മുറിവാണ്. രഘുനാഥ് തിരിഞ്ഞു നിന്ന് പുഞ്ചിരിച്ചു. വേദന ശരീരത്തിനല്ല കർമ്മൻ, മനസ്സിലാണ്. എന്റെ ആ ചെറിയ കൂരയിൽ എനിക്ക് സമാധാനമുണ്ട്. അവിടെ എന്റെ സുമന്റെ ഓർമ്മകളുണ്ട്. ഈ ആഡംബരങ്ങൾക്കിടയിൽ എനിക്ക് ശ്വാസം മുട്ടുന്നു. നിങ്ങൾ എനിക്ക് ഒന്നും നൽകേണ്ടതില്ല. എന്റെ മകൾ ശില്പക്ക് നല്ലൊരു ജീവിതം നൽകൂ. പണത്തേക്കാൾ മനുഷ്യത്വത്തിന് വില നൽകാൻ അവളെ പഠിപ്പിക്കൂ. തന്റെ തുന്നിക്കൂട്ടിയ പഴയ ചെരുപ്പുകൾ ധരിച്ച് മുറിവുകളുമായി ആ വൃദ്ധൻ ഗേറ്റിനു പുറത്തേക്ക് നടന്നു. ശില്പ, മാമ എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിയെങ്കിലും രഘുനാഥ് തിരിഞ്ഞു നോക്കിയില്ല. ഇരുണ്ട രാത്രിയിൽ തെരുവു വിളക്കിന്റെ വെളിച്ചത്തിൽ അയാൾ ആ മഴയത്ത് മറഞ്ഞുപോയി. പണവും പ്രതാപവുമുള്ള സവിതയും കർമ്മനും തങ്ങളുടെ വലിയ കൊട്ടാരത്തിൽ തീർത്തും ദരിദ്ര
ദരിദ്രരായി നിന്നു. പണമില്ലാത്ത ആ വൃദ്ധനാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ ആത്മാഭിമാനവും പേറി തന്റെ കൊച്ചു കൂരയിലേക്ക് മടങ്ങി. ആഡംബരങ്ങളെക്കാൾ വലുത് ആത്മബലമാണെന്നും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഹൃദയം കൊണ്ടാണെന്നും ആ നഗരത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് രഘുനാഥ് എന്ന വലിയ മനുഷ്യന്റെ കഥ അവിടെ അവസാനിച്ചു.